ഹലോ എവരി വൺ. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. റിസൾട്ട് വന്നതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പിൽ, നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടാകും, ഒരുപാട് പേര് അതിനുമായി ബന്ധപ്പെട്ടുള്ള പെയ്ഡ് ഗ്രൂപ്പിലുള്ള അംഗങ്ങളാണെങ്കിൽ അവർ അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടാകും. ബാക്കി എല്ലാത്ത ആൾ കണ്ടിട്ടുണ്ടാകും വന്നൊരു റിയാക്ഷൻ എന്തായിരുന്നു എന്നുള്ളത്. പിന്നെ ജനറലായിട്ട് നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു റിസൾട്ടാണ്. നമ്മളുടെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നതിൽ കൂടുതൽ കുറേ അധികം ആളുകൾ പുതിയ കുട്ടികളായിരുന്നു, ആദ്യമായിട്ട് പഠിച്ചു കൊടുക്കുന്ന ആളുകളായിരുന്നു. അവരെല്ലാവരും കുറേ ആളുകൾ പ്രതീക്ഷയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റേജിലായിരുന്നു എക്സാം എഴുതിയത്, വലിയ പ്രതീക്ഷയില്ലായിരുന്നു എന്നെല്ലാം പറഞ്ഞ് സങ്കടം പറഞ്ഞ പല ആളുകൾ ക്ലിയർ ചെയ്തിട്ട് അവർ മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിനോടൊപ്പം ഏറ്റവും അധികം പിന്നീട് കൂടുതലും പേഴ്സണലായിട്ടാണ് ഇത്തരം മെസ്സേജുകൾ വരിക. ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ചോദിക്കാൻ പലർക്കും മടിയായിട്ട് പലരും പേഴ്സണലായിട്ട് അയക്കുന്ന മെസ്സേജുകൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു, സാർ ഇനി പേപ്പർ 1 ഞാനിരുന്ന് പഠിക്കണോ, പേപ്പർ 2 ഇരുന്ന് പഠിക്കണോ? കാരണം ഇനി ഉള്ളത് ഏതാണ്ട് 2 മാസത്തിനടുത്താണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ പേപ്പർ 1 ആണോ ഞാൻ പഠിക്കേണ്ടത്, പേപ്പർ 2 ആണോ പഠിക്കേണ്ടത്? ഇത് ഏറ്റവും അധികം കിട്ടിയൊരു ചോദ്യം എന്ന രീതിക്ക് ഇതിന് മുമ്പുള്ള 2-3 വീഡിയോകൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ പോലും നമ്മളൊരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചു. സ്പെഷ്യൽ ടോപ്പിക് പഠിക്കണോ കൂടുതലായിരുന്നിട്ട്, അതോ പേപ്പർ 1 തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്യണോ? ആദ്യത്തെ ആൻസർ നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയുമായിരിക്കും അല്ലേ, എന്താണ് എന്നുള്ളത്. രണ്ടും പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കടക്കട്ടെ. നമ്മളുടെ അക്കാഡമിക്സ് PSC എന്നാണ് നമ്മളുടെ PSCക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ ചാനലിൻ്റെ പേരെന്ന് പറയുന്നത്. അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ആയിട്ടുള്ള അപ്ഡേറ്റുകൾ, ക്വിസുകൾ നടത്തുന്നത്, ഇതുപോലത്തെ ഉള്ള നമ്മളുടെ ഡോക്യുമെൻറ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് അക്കാഡമിക്സ് PSC എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കാൻ സാധിക്കും. സോ ഡു കം ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്ഥിരമായിട്ട് ടച്ചിലിരിക്കുന്നതിന് വേണ്ടിയിട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിനും നമുക്ക് ആ ഒരു ഗ്രൂപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ആദ്യം പേപ്പർ 2 ഒന്ന് പരിഗണിക്കാം അല്ലേ. അപ്പോൾ ഇനി ഉള്ള സമയം എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 2 months താഴെയാണ് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട്, മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. 2 പേപ്പറുകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ആദ്യത്തെ പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമതാണ് ചർച്ച ചെയ്യുന്നത്. പേപ്പർ 2 ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ആദ്യം ചർച്ചയ്ക്ക് എടുക്കുന്നത്. നോക്കൂ, പേപ്പർ 2 എങ്ങനെയാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുക? ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ, പേപ്പർ 1 കുറിച്ച് പറയുന്ന ഭാഗത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോർവേഡ് ചെയ്ത് പോയിട്ട്, അതാണ് നിങ്ങൾക്ക് കൂടുതൽ സംശയം എന്നുണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ പോവാം. കാരണം പേപ്പർ 1 എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഓട്ടത്തിനിടയിൽ ചിലപ്പോൾ മറന്നുപോയി ഒരു അബദ്ധം കാണിക്കാൻ സാധ്യതയുള്ളൊരു പേപ്പറാണ്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, പേപ്പർ 1 സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് ഇനി ഇവിടെ കേൾക്കേണ്ടതെന്നുണ്ടെങ്കിൽ വേഗം അങ്ങോട്ട് പോകാം. പക്ഷേ പേപ്പർ 1 കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ദയവ് ചെയ്ത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പേപ്പർ 2 നമുക്കറിയാം 9 മോഡ്യൂളുകൾ നമുക്ക് ആകെ പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ഈ മോഡ്യൂളുകളെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഒന്ന് ക്രോണോളജിക്കൽ ആക്കാൻ സാധിക്കുക? നോക്കൂ, ആദ്യ 2 ഘട്ടങ്ങൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പുതിയതായിട്ടുള്ള 2 ഭാഗങ്ങളാണ് അല്ലെ. ചിലപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള തലത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആളുകൾ, ഇപ്പോൾ UPSC പോലുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചില ആളുകളെങ്കിലും അത് കണ്ടിട്ടുണ്ടാവുക, പരിചിതമായിട്ടുള്ള ഭാഗങ്ങളായിരിക്കും. അല്ലാതെ ഉള്ള കുട്ടികൾക്ക് അത് വളരെ പുതുതായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഈ 2 മോഡ്യൂളുകൾ പേപ്പർ 1ഉം പേപ്പർ 2ഉം എല്ലാവർക്കും പുതിയതാണ്. അതായത് മോഡ്യൂൾ 1 പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗവും മോഡ്യൂൾ 2 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഭാഗവും, ഈ 2 ഭാഗങ്ങളും എൻറ്റയർലി പുതിയതായിട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ 2 പോയിന്റുകൾ നിങ്ങൾ ആലോചിക്കണം. ഒന്നാമത്തേത് എന്ന് പറയുന്നത്, ഇവിടം നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പോലെ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പേപ്പർ തന്നെയായിരിക്കും. കാരണം എന്ന് പറയുന്നത് അത് പുതിയ പേപ്പറാണ് എന്നത് തന്നെയാണ്. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് കളയേണ്ടി വരും, ടൈം കുറച്ചധികം കളയേണ്ടി വരും. അപ്പോൾ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതിന് ഓരോന്നിനുമുള്ള വെയിറ്റേജുകൾ ഉണ്ട് അല്ലേ. ആ വെയിറ്റേജ് അനുസരിച്ച് വേണം നിങ്ങൾക്ക് ഇതിന് സമയം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ 15 മാർക്ക് എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ടെന്ന് വിചാരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ 1 എന്ന് പറയുന്ന ഭാഗവും അതുപോലെ തന്നെ എന്താ പറയുന്നത് 3 എന്ന് പറയുന്ന ഭാഗത്തിനും 15 മാർക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ 3 എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് ഓൾറെഡി നല്ല പോലെ പരിചിതമാണ്. നിങ്ങൾക്ക് നന്നായിട്ട് റിവിഷൻ നടത്തിയാൽ കുറച്ചുകൂടി മാർക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 15 മാർക്ക് നിങ്ങൾക്ക് വാങ്ങിയിരിക്കാനുള്ള എല്ലാം നിങ്ങൾ ചെയ്തിരിക്കണം. ഇപ്പോൾ മോഡ്യൂൾ 3ഉം മോഡ്യൂൾ 4ലേക്കും വരികയാണെങ്കിൽ അടിസ്ഥാനപരമായി അതിനെ ഡിവൈഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇവ അടിസ്ഥാനപരമായിട്ട് എന്ത് തന്നെയാണ്, പോളിറ്റി അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് ഈ 2 മോഡ്യൂളുകളും വരുന്നത്. ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി ഓൾറെഡി പഠിച്ച ഭാഗങ്ങൾ ആണ് ഇതിലെ ഒരു 80% അല്ലെങ്കിൽ 80 to 85% എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. മേ ബി അതിൽ കുറച്ച് കൂടുതൽ എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്ത് ചെയ്യണം, 3നും 4നും നിങ്ങൾ സമയം കൊടുത്തിരിക്കണം. അത് വേഗത്തിൽ റിവിഷൻ നടത്തി വേഗത്തിൽ പഠിച്ചത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ നിങ്ങൾ എടുക്കണം. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? 2 മാസം മാത്രമുള്ള ഈ ഒരു സമയത്ത് ഇനി നിങ്ങൾ 1 മുതൽ പഠിക്കാനുള്ള സമയം നിങ്ങൾക്കില്ല.
ഇനിയുള്ള നിങ്ങളുടെ സമയം മുഴുവൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മളിപ്പോൾ നമ്മൾ എന്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്? 75 ഡേയ്സിന്റെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ളത് അല്ലെ. ഓരോ ദിവസവും നിങ്ങൾ ഏത് ഭാഗം റിവിഷൻ നടത്തണം, റിവൈസ് ചെയ്ത് പഠിച്ച് അവസാനിപ്പിക്കണം എന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ആകെ കൂടി കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു 75 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നിങ്ങൾ വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് കാണാൻ സാധിക്കും? വളരെ എഫക്റ്റീവായിട്ട് കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിനിഷ് ചെയ്ത് പോകാൻ പറ്റും. ഒരുപാട് പേര് അത് ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുമോ ചോദിച്ചാൽ അത് ഓപ്പൺ ആണ്, എല്ലാവർക്കും ഓപ്പൺ ആണ്. അത് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ചില ഭാഗങ്ങൾ പഠിച്ചു പോകാനായിട്ട് നിങ്ങളെ അത് ടൈം ടേബിൾ തരാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മോഡ്യൂൾ 3 മോഡ്യൂൾ 4 നമ്മൾ പറഞ്ഞു എന്താണ്? പൊളിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പോൾ മോഡ്യൂൾ 1 മോഡ്യൂൾ 2 നിങ്ങൾ എങ്ങനെ ഡിസൈഡ് ചെയ്യണം? സമയം ബാക്കിയുള്ള, അതായത് എൻറ്റയർലി പുതിയ വിഷയങ്ങളാണ്. ഈ ഭാഗം ടഫ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അത് എല്ലാവരെയും ഒരുപോലെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഭാഗം നിങ്ങൾ സമയമനുസരിച്ച് പഠിക്കുക. ഹൈലി സ്കോറിംഗ് ആക്കാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ്. കാരണം ഇവിടെ നിന്ന് വരാൻ പോകുന്ന ഒരുപാട് ചോദ്യങ്ങൾ തിയറി ബേസ്ഡ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ നോക്കുകയാണെങ്കിലും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ ഒരുപാട് തിയറി ബേസ്ഡ് കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അവ നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പക്ഷേ എന്തിനുള്ള എബിലിറ്റി അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകണം? അത്രയധികം പരീക്ഷകൾ എഴുതി ചുരുങ്ങിയ സമയം കൊണ്ട് സ്റ്റേറ്റ്മെന്റുകൾ മുഴുവൻ വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾ അപ്പോഴേക്ക് ഉണ്ടാക്കിയിരിക്കണം. അതിന് വേണ്ട കാര്യം എന്താണ്? എക്സാമുകൾ എഴുതുക. നമ്മുടെ സ്റ്റഡി പ്ലാനോടൊപ്പം നമ്മൾ എക്സാമുകൾ തരുന്നുണ്ട്. എക്സാമുകൾ എഴുതുക, സമയം വെച്ച് എക്സാമുകൾ എഴുതുക, ടെസ്റ്റായി തന്നെ എഴുതുക. വെറുതെ PDF വായിച്ച് പോയിട്ട് ഒരു കാര്യവുമില്ല. സമയം വെച്ച് ഇപ്പുറത്തെ ക്ലോക്ക് ഓടുമ്പോൾ എക്സാം എഴുതുക. അത് ശീലമാക്കുക. ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ റിസൾട്ട് വന്ന ശേഷം വരുന്ന മെസ്സേജുകളിൽ പറയുന്നുണ്ട്, സാർ അന്ന് പറഞ്ഞ സമയം വെച്ച് എക്സാം എഴുതല്, സ്റ്റേറ്റ്മെന്റ് വായിച്ച് മനസ്സിലാക്കല്, ഇതെല്ലാം ചെയ്തത് ഗുണമായി എന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. കുറെ പേര് അബദ്ധം പറ്റിയെന്നും പറയുന്നുണ്ട്. സോ ഇനി മെയിൻസിലേക്ക് അബദ്ധങ്ങൾ പറ്റാതിരിക്കട്ടെ, പ്രത്യേകം ശ്രദ്ധിക്കാം. മോഡ്യൂൾ 3 and 4 നമ്മൾ ഓൾറെഡി പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റി ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? അധികം സമയം അതിലേക്ക് കൊടുക്കാതെ മാർക്കുകൾ ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക? നന്നായി പഠിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. ഇനി മോഡ്യൂൾ 5 and 6 ആണ്. എന്താണ് മോഡ്യൂൾ 5 and 6ന്റെ ഒരു പ്രത്യേകത? ഇത് രണ്ടും കേരള എന്ന് പറയുന്ന കേരള റിലേറ്റഡ് ആണ് വല്ലാണ്ട് കിടക്കുന്നത്. അതായത് കേരള എക്കണോമി ആണ് ഒരു ഭാഗം കിടക്കുന്നത്, കേരള മോഡൽ ഡെവലപ്മെന്റ് ആണ് അടുത്ത ഭാഗം കിടക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായി കേരളത്തിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള അതിന്റെ സാമ്പത്തിക വളർച്ച, കേരളത്തിന്റെ GDP ഏത് രീതിയിലാണ്, അതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയായിരുന്നു, ഇത്തരത്തിൽ കേരള റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ രണ്ട് ഭാഗങ്ങളെയും നിങ്ങൾ കണക്കാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടും നമ്മൾ ചരിത്രപരമായിട്ടുള്ള പ്രധാനപ്പെട്ട നമ്മൾ കേരളം കടന്നുപോയിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളുമായിട്ടും ചേർത്ത് കൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഈ ഭാഗങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അതായത് ഇതിലൊന്നും വിടാനായിട്ടില്ല. നിങ്ങൾ ഏത് രീതിയിൽ തന്നെ ഈ ഭാഗം പഠിക്കണം. ഇപ്പോൾ കേരള എക്കണോമി നിങ്ങൾ എടുക്കുകയാണ് അല്ലെ. കേരള എക്കണോമി എടുക്കുന്ന സമയത്ത് നമ്മളുടെ തുടക്കത്തിൽ തന്നെ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട സമയം മുതൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ലാൻഡ് റിഫോം ആക്ടുകൾ നിങ്ങൾക്കറിയാം അല്ലെ. അച്യുതമേനോന്റെ കാലഘട്ടം വരെയുള്ള ലാൻഡ് റിഫോം ആക്ടുകളുടെ വരവും പോക്കും തള്ളലും രാഷ്ട്രപതി ഭരണവും അങ്ങനെ നിങ്ങൾ പോയതറിയാം. GDPയുടെ വളർച്ച നിങ്ങൾക്കറിയാം. കുടുംബശ്രീ പോലെയുള്ള ജനകീയാസൂത്രണം പോലുള്ള പദ്ധതികൾ നിങ്ങൾക്കറിയാം. അപ്പൊ ഇത്തരത്തിലുള്ള ഓരോരോ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കവർ ചെയ്യേണ്ടതുണ്ട്. കേരള മോഡൽ ഡെവലപ്മെന്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അല്ലെ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ്, സ്കീമുകൾ, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ക്ലാസ്സുകളിൽ ഇതൊക്കെ കവർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ മോഡ്യൂൾ 7ഉം 8ലേക്കും പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് എന്തൊക്കെയാണത്? എൻവയോൺമെന്റ് ആണ്. എൻവയോൺമെന്റ് ഉണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റും ഉണ്ട്. രണ്ടും അങ്ങനെ പുതിയ വിഷയങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ സ്ഥിരമായി PSCക്ക് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമുള്ള കാര്യങ്ങളുമല്ല. എൻവയോൺമെന്റ് ഒരു UPSC മോഡൽ ഒരു സിലബസ് ആണ് തന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട എന്താ പറയുക, എൻവയോൺമെന്റ് എന്ത് അല്ലെ, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്ത്, എക്കോസിസ്റ്റം എന്ന് പറയുന്ന കൺസെപ്റ്റ്, അത്തരം കാര്യങ്ങൾ ആദ്യം നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. പിന്നീട് നമ്മൾ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അവ ദൂരീകരിക്കാൻ എടുക്കേണ്ടതായിട്ടുള്ള നടപടികൾ, പൊല്യൂട്ടൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സംഘടനകളെ കുറിച്ച്, ഇതൊക്കെയാണ് നമ്മൾ എൻവയോൺമെന്റിൽ പഠിക്കുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്, ഇനി എന്താണ് ഡിസാസ്റ്റർ, അതിന്റെ ഡെഫിനിഷൻ എങ്ങനെ, അതിന്റെ മിറ്റിഗേഷൻ പ്രോസസ്സുകൾ എങ്ങനെയാണ്, അതിനോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള 3 തലത്തിലുള്ള അതിന്റെ ഡിവിഷനുകൾ അല്ലെ, നാഷണൽ തലത്തിൽ, സ്റ്റേറ്റ് തലത്തിൽ, ഡിസ്ട്രിക്ട് തലത്തിൽ ഡിവിഷനുകൾ, ഇവയെല്ലാമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വളരെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്.
ഏതെല്ലാം തരത്തിലുള്ള ഡിവിഷനുകളുണ്ട്, വർഷങ്ങൾ ചോദ്യം വരാൻ സാധ്യതയുണ്ട്, ആക്ടുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ രീതിയിൽ തന്നെ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവസാനമായിട്ട് മോഡ്യൂൾ 9 എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള എന്താണ്, ഇ ഗവേണൻസ് ആണ്. കഴിഞ്ഞ തവണയിൽ നിന്നും ടൈറ്റിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയെന്നേ ഉള്ളൂ. LSGA എക്സാം വെച്ച് നോക്കുന്ന സമയത്ത് അത് വളരെ കൃത്യമായി കഴിഞ്ഞ തവണത്തെ നമ്മളുടെ ഏറ്റവും നല്ല സ്കോറിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളിലൊന്നായിരുന്നു ഇ ഗവേണൻസ് എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സിൽ. ഇപ്രാവശ്യവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നു. സോ ഇ ഗവേണൻസ് സ്കീമുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവയുടെ തിയറി ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് പഠിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പേപ്പർ 2 എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് എന്താണ്, പുതിയതും പഴയതും ഇടകലർന്ന് കിടക്കുന്ന സ്ഥലമാണ് പേപ്പർ 2 എന്ന് പറയുന്നത്. അപ്പൊ ഈ പേപ്പർ 2 എന്ന് പറയുന്നത് പഠിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇത് ഞാൻ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചായിരുന്നു. എപ്പോഴും പറ്റാറുള്ള കാര്യമാണ് നമ്മുടെ കോഴ്സ് കഴിയുന്ന സമയത്ത്, എക്സാം കഴിയുന്ന സമയത്ത് നമ്മുടെ വീഡിയോകളുടെ അടിയിൽ വരുന്ന കമന്റുകൾ. ഇതെന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ എക്സാം കഴിഞ്ഞ ശേഷം നമ്മൾ അവസാനം ഒരു 3 മണിക്കൂർ റിവിഷൻ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, പഠിപ്പിച്ചു കൊടുത്തത് എല്ലാത്തിന്റെയും അവസാനം. അതിന് താഴെ വന്ന ചില കമന്റുകളാണത്. അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മൾ നിങ്ങളിലേക്കും എത്തിക്കണം തോന്നിയത് കൊണ്ട് നമ്മൾ എന്താണ് ജസ്റ്റ് നമ്മൾ തപ്പിയിട്ട് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയതാണ്. അതായത് ഒരു കുട്ടി ജസ്റ്റ് എക്സാമിന് കയറുന്നതിന് മുൻപ് ഒരു 4 മണി, രാവിലെ 4 മണിക്ക് എക്സാം ഹാളിൽ കയറുന്നത് വരെ രാവിലെ 4 മണി മുതൽ എന്താണ് ആ കുട്ടി ഇരുന്ന് കണ്ടു പറഞ്ഞ് ഒരു കമന്റ് ആയിരുന്നു. കുറെ ക്വസ്റ്റ്യൻസ് വന്നു എന്നൊക്കെ കുട്ടി ഇട്ട കമന്റ് ആയിരുന്നു. സ്പെഷ്യൽ ടോപ്പിക് ഇഷ്ടത്തോടെ കണ്ടു തീർത്ത ആദ്യത്തെ വീഡിയോ, ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നത്. ഇവിടെ ഈ കമന്റുകൾ ഞങ്ങളിപ്പോൾ വലിച്ചു കൊണ്ടുവന്നിട്ടാനുള്ള കാരണം അതാണ്. പലപ്പോഴും എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക കമന്റുകളിൽ അല്ലെങ്കിൽ എന്താ പറയുക ഫീഡ്ബാക്കിൽ ഒന്നാണ്, അയ്യോ ഇപ്പോഴാണ്, ഇന്നാണ്, 2 ദിവസം മുമ്പാണ് ക്ലാസ് കണ്ടത്, ഇപ്പോഴേ നമ്മൾ ക്ലാസ് കണ്ടുള്ളൂ, ഇപ്പോഴാണ് ഈ റിവിഷൻ വീഡിയോ കാണുന്നത്, ഇങ്ങനെയുള്ള കമന്റുകൾ. അപ്പോൾ ഇപ്രാവശ്യവും അങ്ങനെ സംഭവിക്കരുത് എന്ന് വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തതാണ്, ഞങ്ങൾ ഈ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മളിവിടെയുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങളോട് എന്താണ് ചർച്ച ചെയ്യാൻ ഞങ്ങളിവിടെയുണ്ട്. വരികയാണ് എന്നെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഫ്രീ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സ്റ്റാൻഡേർഡ് ഉണ്ടോ ഒപ്പം കൂടണോ എന്ന് തീരുമാനിക്കാം. 2 മാസം കൊണ്ട് ഒരുമിച്ച് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക് കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് കോംപ്രിഹെൻസീവ് ആയിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഒപ്പം കൂടാനായിട്ട് സാധിക്കും. ഫ്രീ ക്ലാസ്സുകൾ കാണുക, സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് ഉറപ്പിക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ ഒപ്പം വരാം. ഇനി പ്രധാനപ്പെട്ട ഭാഗം എന്താണ്, അപ്പൊ പേപ്പർ 1 എന്ത് ചെയ്യണം? നമ്മൾ ഈ മെയിൻസിന്റെ ഒരു തിരക്കിനിടയിൽ, അതിന്റെ ബഹളങ്ങളുടെ ഇടയിൽ നമ്മൾ എപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഹൈലി സ്കോറിംഗ് ആയിട്ടുള്ള ഒരാൾ ഈക്വൽ ഇമ്പോർട്ടൻസോടുകൂടി 50-50 ആണല്ലേ 2 പേപ്പറുകളും അല്ലെ, 100 മാർക്ക് വെച്ചെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരാളെ വല്ലാണ്ട് മറക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പാടില്ല, അത് അബദ്ധമാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ പെയ്ഡ് ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ പ്രത്യേകം, ഞാൻ ഇന്ന് അടക്കം മെസ്സേജ് ഇട്ടിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കാൻ വരുന്നത്. അതായത് പേപ്പർ 1 ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പേപ്പർ 2ന്റെ പിന്നാലെ ഓടുന്നതിനിടയിൽ നമ്മൾ ഓൾറെഡി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാം കിടക്കുന്ന പേപ്പർ 1നെ മറന്നു പോകരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പേപ്പർ 2വിൽ നിന്ന് നിങ്ങൾ 45 മാർക്ക് വാങ്ങി, പേപ്പർ 1 അതായത് പേപ്പർ 2 നല്ലപോലെ പഠിച്ചു, പേപ്പർ 2 ഇരുന്ന് മുഴുവൻ 2 മാസം പേപ്പർ 2 മാത്രം ഇരുന്ന് പഠിച്ചു. നിങ്ങൾ എന്നിട്ട് എന്ത് മാർക്ക് വാങ്ങി? നിങ്ങൾ അവിടെ നിന്ന് ഒരു 51 മാർക്ക് വാങ്ങി എന്ന് വിചാരിക്കൂ. നിങ്ങൾ പേപ്പർ 1ൽ നിന്ന് വേറൊരാള് ഒരു 65 മാർക്ക് സ്കോർ ചെയ്തിട്ട്, എന്നിട്ട് നിങ്ങൾക്ക് പേപ്പർ 1 പക്ഷെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, 51 ഇവിടുന്ന് വാങ്ങി, നിങ്ങൾക്ക് പേപ്പർ 1 എന്തുകൊണ്ടോ എന്ത് ചെയ്തു അത്ര ശ്രദ്ധിക്കാൻ പറ്റില്ല, 49 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുള്ളൂ. എന്തായി മൊത്തത്തിൽ സ്കോർ എത്രയായി? നിങ്ങൾ 100 മാർക്കേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പേപ്പർ 1ൽ ഒരാൾ 65 മാർക്ക് വാങ്ങിയിട്ട് എന്ത് ചെയ്യുകയാണ്, ഇതുപോലെ പേപ്പർ 2 അത്യാവശ്യമൊക്കെ പഠിച്ചെടുത്തിട്ട് ഇതേപോലെ എന്ത് ചെയ്യുന്നു, ഒരു 49 മാർക്കോ മറ്റോ വാങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? കളി മൊത്തം മാറിയില്ലേ? കളി മുഴുവനായിട്ട് മാറിയില്ലേ? ഇനി പേപ്പർ 1ൽ 65 മാർക്ക് സ്കോർ ചെയ്യാൻ അത്ര ഡിഫിക്കൽട്ട് ആണോ? തീർച്ചയായിട്ടുമല്ല. കാരണം പേപ്പർ 1 നമ്മൾ സ്ഥിരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന GK ഭാഗങ്ങളാണ് അല്ലെ. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, പേപ്പർ 1 നിങ്ങൾ ഈ ഓട്ടത്തിനിടയിൽ വിട്ടുകളയരുത്. ഇത് പ്രത്യേകം ആലോചിക്കുക. നിങ്ങൾ എക്സാം കഴിയുന്ന സമയത്ത് എനിക്ക് നന്ദി പറയും, പേപ്പർ 1 ഇത് ഓർമ്മിപ്പിച്ചിരുന്നു സാർ ഇടയ്ക്കിടയ്ക്ക്, അതുകൊണ്ട് ഞാൻ പേപ്പർ 1 നിസ്സാരമായി കണ്ടില്ല. കാരണം പേപ്പർ 1 എനിക്ക് അറിയാമല്ലോ, അത് അവസാനം പഠിക്കാം, പതുക്കെ പഠിക്കാം, അല്ലെങ്കിൽ അതിന്നൊക്കെ എഴുതാൻ പറ്റുമല്ലോ എന്ന ഒരു ആറ്റിറ്റ്യൂഡ് പാടില്ല. പേപ്പർ 1ഉം കൃത്യമായ സ്റ്റഡി പ്ലാനിന്റെ പിന്നാലെ പോയിക്കൊണ്ട് പഠിച്ച് തീർക്കുക തന്നെ വേണം. നോക്കൂ, പ്രത്യേകിച്ച് ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് എന്ന് പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി അതായത് സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് 21 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ 21 മാർക്ക് നിങ്ങൾ ചെറുതായി കാണരുത്. കാരണം ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നേക്കാം. മനസ്സിലാവുന്നുണ്ടോ? ബയോളജി ആകട്ടെ, ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആകട്ടെ, ഡയറക്റ്റ് ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് അഡ്രസ്സ് ചെയ്ത് നമ്മൾ നല്ലപോലെ സ്കോർ ചെയ്ത് പോകാൻ നമുക്ക് സാധിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെ ആയിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഒരുപാട് കുട്ടികൾ കുത്തിയിരുന്ന് പഠിച്ചിട്ട് നല്ലപോലെ സ്കോർ ചെയ്യുന്ന ഭാഗമാണ്. ബാക്കി സ്ഥലങ്ങളിൽ നിന്നൊക്കെ കണക്ക് കുറേ ഇരുന്ന് ചെയ്തിട്ട് എന്താ പറയുക, മലയാളം കുറേ പര്യായം പഠിച്ചിട്ട് അങ്ങനെയൊക്കെ എന്താ പറയുക പോയിട്ട് ചിലപ്പോൾ മലയാളത്തിൽ നല്ലപോലെ ടഫാക്കി കഴിഞ്ഞാൽ മലയാളം ചിലപ്പോൾ 10ൽ 5 മാർക്കൊക്കെ മാക്സിമം ചിലപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ.
മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ്, പബ്ലിക് ഹെൽത്ത് ഇവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ഏതാണ്ടൊക്കെ അറിയാവുന്ന ചോദ്യങ്ങളാണ്. 21 മാർക്കുമാണ്. അത് നിങ്ങൾ തമാശയായിട്ട് എടുക്കരുത്. അതെന്ത് ചെയ്യുക? പഠിച്ച് പ്രിപ്പയർ ചെയ്യുക. ബാക്കി കാര്യങ്ങൾ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ആകട്ടെ, ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ ആകട്ടെ, സ്പോർട്സ്, കമ്പ്യൂട്ടർ, സിമ്പിൾ അരിത്തമാറ്റിക്, മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, മലയാളം, ഇത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു റൗണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള സമയം മാത്രം കൊടുത്ത് വേഗത്തിൽ റിവൈസ് ചെയ്ത് അവസാനിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ പേപ്പർ 2, പേപ്പർ 1 എന്നിങ്ങനെ 2 ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് എന്നതിനുൾപ്പെടെ എന്നതിനോടൊപ്പം പേപ്പർ 1 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾക്ക് ഹൈ മാർക്ക് സ്കോർ ചെയ്യാൻ ഉറപ്പുള്ള ഭാഗം എന്ന് പറയുന്നത് പേപ്പർ 1 ആണ്. അത് മറക്കരുത്. അതുകൊണ്ട് തന്നെ ഇത് 2 തലത്തിൽ പോവാം. അതായത് PSC ആയതുകൊണ്ട് നമുക്ക് ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇത് എന്തായാലും അതുകൊണ്ട് ടഫ് ആക്കുമോ, ഇത് എന്തായാലും എളുപ്പമാക്കുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ജനറൽ സെൻസിൽ, കോമൺ സെൻസ് വെച്ച് നോക്കുന്ന സമയത്ത് പേപ്പർ 1 എന്ത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം? ക്രാക്ക് ചെയ്യാൻ സാധിക്കണം. അത് എന്തൊക്കെ അതായത് ഈ പേപ്പർ 1 ഭയങ്കര ഡിഫിക്കൽട്ട് ആക്കി എന്ന് വിചാരിക്കൂ നിങ്ങൾ. ആ ഡിഫിക്കൽട്ട് ആക്കിയ പേപ്പറിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പരമാവധി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. അതായത് നമ്മൾ 3R ഫോർമുല പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കഴിഞ്ഞ എക്സാമിന് മുൻപായിട്ട് ഫസ്റ്റ് റൗണ്ടിന്റെ കംപ്ലീറ്റ് എന്താ ഓടിച്ച് നിങ്ങൾ കവർ ചെയ്തിരിക്കണം. സെക്കൻഡ് റൗണ്ടിൽ മാർക്ക് ചെയ്തതിൽ എന്താ പറയുക, ചാൻസ് ഉള്ളത് നിങ്ങൾ കവർ ചെയ്തിരിക്കണം. പിന്നെ മാത്രം ഡിഫിക്കൽട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ പോകണം. ഈ 3R ഫോർമുല വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം? നിങ്ങൾക്ക് പേപ്പർ ക്രാക്ക് ചെയ്യാൻ സാധിക്കണം. അതായത് ടഫ് പേപ്പറാണ്, പരമാവധി 45 മാർക്കേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ 40നും 45ൻ്റെ ഇടയിൽ നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം അതിൽ. കാരണം അത് എവിടെ ബാധിക്കും? ഫൈനൽ റിസൾട്ടിനെ അത് ബാധിക്കും. സോ പേപ്പർ 1 ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയലാണ് ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, സോ സമയം കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യാൻ സെക്രട്ടേറിയറ്റിന്റെ മെയിൻസ് ബാച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൻസ് ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൽ വന്നാൽ ഇതേപോലെ എക്സാമുകൾ, ബാക്കി കാര്യങ്ങൾ, കോംപ്രിഹെൻസീവ് ആയിട്ട് ക്ലാസ് കവറേജ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, കോഴ്സിന്റെ ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി കോഴ്സിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ കാണാം, ഉറപ്പിക്കാൻ പറ്റും. ഇനി ടൈം ടേബിളിന്റെ ഇഷ്യൂ ആയിട്ടിരിക്കുന്ന ആളുകളോട് ജസ്റ്റ് പറയുകയാണ്, ഓൾറെഡി ഒരു 75 ഡേയ്സിന്റെ ഒരു മെയിൻസ് സ്റ്റഡി പ്ലാൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 17 ദിവസത്തോളം ഓൾറെഡി ആയിട്ടുണ്ട്. നമുക്ക് വന്ന എക്സാമിന് ശേഷം വന്ന മെസ്സേജുകൾ നമ്മുടെ ഗ്രൂപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കുട്ടികൾ എക്സാം കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്ന ശേഷം അവർ ആലോചിച്ചിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് നേരത്തെ പ്രിലിമിനറിക്ക് വേണ്ടി നടത്തിയ സ്റ്റഡി പ്ലാൻ എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു, എത്രത്തോളം ഡിസിപ്ലിൻഡ് ആക്കി അവരുടെ പഠിത്തത്തിന് എന്നുള്ളത്. അതുപോലെ എന്ത് ചെയ്യുക? മെയിൻസിലേക്കുമുള്ള ഇനിയുള്ള 2 മാസം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റഡി പ്ലാൻ എല്ലാവർക്കും ഓപ്പൺ ആണ്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾ വരിക എന്നത് മാത്രമാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റഡി പ്ലാൻ ഡെയിലി ബേസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. തൊട്ടടുത്ത ദിവസം പഠിക്കേണ്ട കാര്യങ്ങൾ തലേ ദിവസം ഒരു 8 മണിക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. ആ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. നിങ്ങൾക്ക് ചില ദിവസങ്ങളിലെ ടോപ്പിക്കുകൾ വളരെ എളുപ്പത്തിൽ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബാക്കിയുള്ള സമയം എന്ന് പറയുന്നത് ടെസ്റ്റുകൾ എടുക്കാനോ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ബാക്കി എക്സ്ട്രാ പോർഷൻ നിങ്ങൾക്ക് പഠിച്ച് തീരാത്ത ഭാഗങ്ങൾ പഠിക്കാനോ ഉപയോഗിക്കാൻ സാധിക്കും. സോ നിങ്ങളുടെ പാർട്ട് നിങ്ങൾ ചെയ്യുക, ഞങ്ങളുടെ പാർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുകയും വളരെ ഗംഭീരമായിട്ട് നമുക്ക് മെയിൻസ് എക്സാം എഴുതാൻ സാധിക്കണം, കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ സാധിക്കണം. കഴിഞ്ഞ ദിവസം നമുക്ക് ഒരുപാട് സന്തോഷം തന്ന ഒരുപാട് മെസ്സേജുകൾ വന്നു. അതുപോലെ തന്നെ മെയിൻസ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് അതുപോലുള്ള മെസ്സേജുകൾ വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾ അയക്കണം, നന്നായി പഠിക്കുക, നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, എഴുതുക. താങ്ക് യു എവരിവൺ.